ടെലിവിഷൻ പരിപാടികളിലൂടെയും മോഡലിംഗിലൂടെയും മലയാളികളുടെ പ്രിയ താരമായി മാറിയ ഒരാളാണ് ഷിയാസ് കരീം. പിന്നീട് ബിഗ് ബോസിലൂടെ കൂടുതൽ ആരാധകരെയും ജനപിന്തുണയും നേടിയെടുക്കാൻ ഷിയാസ് കരീമിനായി. കൂടാതെ മലയാള സിനിമയിലും ഗംഭീരമായ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ഷിയാസിന് സാധിച്ചു എന്നതാണ് മറ്റൊരു സത്യം. പിന്നീട് താരത്തിന് അത്ര നല്ല സമയമല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഷിയാസ് കരീം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് യുവതി രംഗത്തെത്തിയതോടുകൂടി ഷിയാസ് കരീമിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. കൂടാതെ ഇപ്പോൾ ഷിയാസ് കരീമിന്റെ കല്യാണവും മുടങ്ങിയിരിക്കുകയാണ്. തനിക്കെതിരെ കേസ് വന്നിട്ടും തന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന വധുവിനെ കുറിച്ച് നല്ല രീതിയിൽ ഷിയാസ് അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഈ അടുത്തു നൽകിയ അഭിമുഖത്തിലാണ് തന്റെ വിവാഹം മുടങ്ങിയതിനെ കുറിച്ച് ഷിയാസ് നിറകണ്ണോടുകൂടി സംസാരിച്ചത്. നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന നിയമമില്ലല്ലോ എന്നും എന്തായാലും തൻ്റെ വിവാഹം നടക്കുമെന്നൊക്കെ താരം പറഞ്ഞിരുന്നു. എന്നാൽ ഫേക്ക് റിലേഷൻഷിപ്പായി പോയാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുമായിട്ടാണ് ഷിയാസ് വന്നിരിക്കുന്നത്. ജീവന് തുല്യമായി സ്നേഹിച്ചവരാൽ വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നൊരവസ്ഥ എന്ന് പറഞ്ഞ് തൻ്റെ അഭിമുഖത്തിൽ നിന്നുള്ള വീഡിയോ ഷിയാസ് പങ്കുവച്ചത്. പ്രണയം ഫേക്കാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സമയത്ത് തന്നെ അതിൽ നിന്ന് പിന്മാറണം. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ രോഗം പോലെയാണ്. ഒരു സ്ഥലത്ത് വന്നാൽ അത് മൊത്തം ബാധിക്കും. എന്നാൽ അത് മുറിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ് എന്നാണ് ഷിയാസ് പറയുന്നത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കും. നാളെ കാര്യം എന്താണെന്ന് നമുക്ക് പറയുവാൻ ഒരിക്കലും സാധിക്കില്ല. അല്ലാതെ ചെമ്മീൻ സിനിമയിൽ നടൻ മധുവിനെ പോലെ ബീച്ചിൽ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഷിയാസ് പറയുന്നു. ഇപ്പോൾ താരം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് വിവാഹ ചിത്രങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ, സീരിയൽ വിശേഷങ്ങൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.